ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സവാള അല്ലേ വലിയുള്ളി വെച്ചിട്ടുള്ള കുറച്ച് ടിപ്പുകളായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സവാളക്ക് ഇപ്പോൾ അത്യാവശ്യം നാട്ടിൽ റേറ്റൊക്കെ ഉള്ള സമയമാണല്ലോ. ഒരുപാട് റേറ്റൊന്നും ഇല്ലെങ്കിലും നല്ല ചീപ്പ് റേറ്റൊന്നും അല്ലാത്തൊരു സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ സവാള മേടിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് നോക്കിയിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ സവാള നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ സവാളയൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് സൈഡിലും പിടിച്ചിട്ട് ഒന്നിങ്ങനെ അമർത്തി നോക്കണം. പെട്ടെന്ന് നമ്മൾ സവാള കാണുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് തോന്നും. പിന്നെ നമ്മളതൊന്ന് വീട്ടിൽ വന്നിട്ട് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ചില സവാള കളിഞ്ഞതുണ്ടായിരിക്കും. അപ്പോൾ മേടിക്കുന്ന സമയത്ത് രണ്ട് വിരലും വെച്ചിട്ട് അടിഭാഗത്തും മുൾഭാഗത്തും ഇതുപോലെ ഒന്ന് അമർത്തി നോക്കി മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം സവാളയൊക്കെ നമുക്ക് കേടുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടൊക്കെ പിന്നെ കേട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിവൃത്തിയൊന്നുമില്ല. പക്ഷേ എങ്കിലും നമുക്ക് ആ കേട് വന്ന സവാള വെച്ചിട്ട് ഒരുപാട് ടിപ്പുകൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ഉപകാരപ്രദമായിട്ടുള്ള ടിപ്പ് തന്നെ നമുക്ക് സവാള വെച്ചിട്ട് ചെയ്യാം കേട്ടോ. സവാള ഒരു ഇത്തിരി അളിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല, അത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സവാളക്ക് ഇതുപോലെ വാങ്ങിയതിന് ശേഷം ഒരു ചെറിയൊരു അളിച്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കറിക്കൊന്നും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒന്ന് രണ്ട് ടിപ്പുകൾ കാണിക്കാം. ഞാനിപ്പോൾ അത് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഞാനൊരു ചെറിയ നല്ലൊരു സവാള എടുത്തിട്ടാണ് കേട്ടോ ആദ്യത്തെ ഒരു ടിപ്പ് കാണിക്കുന്നത്. ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് രണ്ട് ടിപ്പുകൾ ചെയ്യണം. ഇതിപ്പോൾ ഞാനൊരു ചെറിയ നല്ലൊരു സവാള എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അറിയണ കൂട്ടുകാരും ചെയ്യണ കൂട്ടുകാരൊക്കെ ഉണ്ടായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യണത്. ഈ എടുത്തതിന് ശേഷം ഈ ജ്യൂസ് നമുക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു തവണയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ലോണം നമ്മുടെ മുടി പൊട്ടിപ്പോവണീനും അതുപോലെ തന്നെ നമ്മുടെ മുടിയിലുള്ള താരനൊക്കെ പോയി കിട്ടാനും നല്ലതാണ് കേട്ടോ. മാത്രമല്ല നമ്മുടെ മുടിയിലുള്ള ചൊറിച്ചിൽ മാറിക്കിട്ടും. മുടി നന്നായിട്ട് തന്നെ ഒന്ന് തിക്കായിട്ട് വളരാൻ നല്ലോണം തന്നെ നമ്മുടെ മുടിക്ക് ഈ ഉള്ളിയുടെ ഒരു ജ്യൂസ് സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കഷ്ണം കറ്റാർവാഴയും കൂടി ചേർത്തിട്ടാണെന്നുണ്ടെങ്കിൽ മുടിയുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആഴ്ചയിൽ ഒരു തവണ അതോ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. മുടി മൊത്തത്തിൽ പൊഴിഞ്ഞു പോണതിനൊക്കെ ഇതിങ്ങനെ തലയോട്ടിയിൽ നന്നായിട്ട് തന്നെ ഒരു പഞ്ഞി വെച്ചിട്ട് ഒന്ന് തലയോട്ടിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം കിട്ടും. മുടി നന്നായിട്ട് പുതിയത് കിളിർത്ത് വരാനൊക്കെ ഈ ഒരു ഉള്ളി ജ്യൂസ് നല്ലതാണ് കേട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിലൊക്കെ ചെയ്ത് നോക്കണം. 100% നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കറ്റാർവാഴ വീട്ടിലുള്ളവരാണെങ്കിൽ അതും കൂടി ചേർത്ത് നോക്കും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിയതും കൂടി ചേർത്ത് അരച്ചെടുത്താലും നല്ലതാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളി അരച്ചെടുത്തതിൻ്റെ ഒരു ചണ്ടി ഉണ്ടല്ലോ, ആ ചണ്ടി ഞാനിതാ ഒരു തുണിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് പുതിയ മൺചട്ടികളൊക്കെ നമ്മൾ സീസൺ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു ദോശച്ചട്ടി ഇത് കുറച്ച് കാലമായിട്ട് അടുക്കളയിൽ മാറ്റി വെച്ചിരിക്കണം കേട്ടോ. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലാണ് ദോശ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇരുമ്പിൻ്റെ ഒരു ചട്ടിയിലൊക്കെ ദോശ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ. നോൺ സ്റ്റിക്കിനേക്കാൾ കൂടുതൽ നമുക്ക് ആരോഗ്യത്തിനൊക്കെ ഹെൽത്തിനൊക്കെ നല്ലത് ഈ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണല്ലോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് മയക്കിയെടുക്കണം. അതിലൊന്ന് ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്കത് അടർന്ന് കിട്ടണില്ല. അതിൽ പറ്റ ഒട്ടി പിടിച്ചിട്ട് 2-3 ദോശയൊക്കെ നാശമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഉള്ള ചട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായി കഴുകിയതിന് ശേഷം ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക. അതിന് ശേഷം ഈ ഒരു ഉള്ളിച്ചണ്ടി വെച്ചിട്ട് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ഉരച്ചു കൊടുത്തതിന് ശേഷം എണ്ണ തേച്ചിട്ട് നമുക്ക് ഈ ദോശ ഇതിൽ ചുട്ടെടുക്കാം കേട്ടോ. ഈ കല്ലിൽ നല്ലോണം തന്നെ ദോശ അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഏത് ചട്ടിയാണെന്നുണ്ടെങ്കിൽ എത്ര ഒട്ടിപ്പിടിക്കുന്ന ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ സവാള ഒരു കിഴിയിലാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. മൺചട്ടിയിലും ഇരുമ്പിൻ്റെ ചട്ടിയിലും ഒക്കെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് നമ്മുടെ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എപ്പോഴും നമുക്കിത് ചെയ്യാം കേട്ടോ. ഒരു പീസ് സവാള എടുക്കുക, ചതച്ചെടുക്കുക, ഒരു കിഴിയിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാൻ അളിഞ്ഞ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളിയുടെ തൊലി മാത്രം ഒന്ന് കളഞ്ഞതിന് ശേഷം കഴുകണമൊന്നുമില്ല കേട്ടോ, അങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഉള്ളി നന്നായിട്ട് തന്നെ മിക്സിയിൽ നമ്മൾ അരിഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ ഉള്ളിക്ക് ഭയങ്കര മണമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഭാഗമാണ് കേട്ടോ അളിഞ്ഞിട്ടുള്ളത്. അത് കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ കളയാതെ മൊത്തത്തിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അരച്ചെടുക്കുന്ന സമയത്ത് ഭയങ്കര സ്മെല്ലായിരിക്കുമല്ലോ. അപ്പോൾ ആ സ്മെല്ലോട് കൂടിയിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുക്കുക.
കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മിക്സിയുടെ ജാറും കൂടി കഴുകിയിട്ട് സ്വല്പം വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. കുറച്ചധികം വെള്ളം ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ അരിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു അരിച്ചെടുത്ത ജ്യൂസ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു ചണ്ടി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഈ ചണ്ടി നമുക്ക് കളയേണ്ട ആവശ്യമില്ല, ഇതും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ചണ്ടി മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഒന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നത്. ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി സവാളയുടെ തൊണ്ട്, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ തൊലി, അതിൻ്റെ ആ മൂക്ക് ഭാഗം ഉണ്ടാകുമല്ലോ, അതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ നല്ലോണം കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം വെള്ളം ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അലക്കുന്ന സോപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പീസ് നന്നായിട്ട് നേർപ്പിച്ചതോ അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചിട്ടോ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അലക്ക് സോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ ഒഴിക്കണ ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിലേതെങ്കിലും ഒരു ലിക്വിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു സ്വല്പം ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ആ ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സോപ്പിൻ്റെ അത്ര തന്നെ ഏകദേശം ഗുണം നമുക്ക് കിട്ടും, റിസൾട്ടൊക്കെ കിട്ടും കേട്ടോ. അത് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മിക്സാക്കി എടുത്തതിന് ശേഷം വലിയ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് നമുക്ക് ആ സ്പ്രേ ബോട്ടിലാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ സ്പ്രേ ബോട്ടിൽ അരിച്ചെടുക്കണമെന്നില്ല. ഇത് ഈ കപ്പോട് കൂടിയിട്ടാണ്. നമ്മുടെ കറിവേപ്പ് നന്നായിട്ട് മുരടിച്ച് നിൽക്കുന്ന സമയത്ത് നന്നായിട്ട് തെളിച്ച് കൊടുത്താൽ മുരടിപ്പൊക്കെ പോയി കിട്ടും. അതുപോലെ എപ്പോഴും തന്നെ കറിവേപ്പിൻ്റെ തൊലിക്ക് ഉറുമ്പ് വരാൻ സാധ്യതയുണ്ട്, അത് പോയി കിട്ടും. അതുപോലെ പച്ചക്കറികൾക്കൊക്കെ നമുക്ക് ഇതൊന്ന് തെളിച്ച് കൊടുക്കാം കേട്ടോ. പച്ചക്കറികളുടെയൊക്കെ ഇലകൾക്ക് ഒരു മുരടിപ്പ് എന്ന സമയത്ത് ഇത് ഒഴിച്ചു കൊടുക്കുക. കളർ ചെടികൾക്ക്, റോസിന് ഒക്കെ തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ലോണം തന്നെ നല്ല മാറ്റം കിട്ടും നമുക്കിത് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ജ്യൂസ് ഉണ്ടല്ലോ, ചീഞ്ഞ സവാള ജ്യൂസ് അടിച്ചിട്ടുള്ള ജ്യൂസ്, ആ ജ്യൂസ് നല്ലൊരു മണമായിരിക്കുമല്ലോ. അപ്പോൾ ആ ജ്യൂസിലേക്ക് ഒരു സ്വല്പം ഡെറ്റോളാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണം. ഒരു മൂടി ഡെറ്റോൾ കൂടി അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. സവാളയുടെ മണവും ഡെറ്റോളിൻ്റെ മണവും എല്ലാം കൂടി നല്ലൊരു രൂക്ഷഗന്ധം ആയിരിക്കും കേട്ടോ വരിക. അപ്പോൾ ആ ഒരു രൂക്ഷഗന്ധം കൊണ്ട് തന്നെ നമ്മുടെ അടുക്കളയിലുള്ള ഒരുവിധം പ്രാണി, പല്ലി, പാറ്റ അതുപോലുള്ള സംഭവങ്ങൾക്കൊക്കെ നല്ലോണം മാറ്റം കിട്ടും കേട്ടോ. ഒക്കെ ചത്തിട്ടും പോവും, കുറേ ഓടിപ്പോവും. നമുക്ക് എന്തായാലും തന്നെ ശല്യം ഒഴിവായി കിട്ടും കേട്ടോ. അപ്പോൾ ചീഞ്ഞ സവാളയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു മിക്സിയുടെ ജാറെടുക്കുക, അത് അടിച്ചെടുത്തിട്ട് കുറച്ച് ഡെറ്റോൾ കൂടി ചേർത്തിട്ട് നമുക്ക് എല്ലാ ഭാഗങ്ങളിലും അടുക്കളയിൽ, സിങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ചോട്ടിലൊക്കെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. നല്ലോണം മാറ്റം കിട്ടും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങൾ അൽമാരൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കുക. പാത്രങ്ങളിലൊക്കെ ഗ്യാപ്പിലൊക്കെ പല്ലികളൊക്കെ വന്നിരിക്കില്ലേ, അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നല്ലൊരു സഹായമാണ് കേട്ടോ. നല്ലൊരു ലിക്വിഡാണ്. അപ്പോൾ എല്ലാവരും തന്നെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്. താങ്ക് യു.